ടാൻജന്റിനകത്ത് വരുന്ന നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇവിടെ വരുന്നത്. ഇൻ ദ പിക്ചർ ബിലോ, നമുക്കൊരു പിക്ചർ ഇവിടെ തന്നിട്ടുണ്ട്. ദ സൈഡ് ഓഫ് ദ ലാർജർ ട്രയാങ്കിൾ കണ്ടുപിടിക്കണം. ഈ വലിയ ട്രയാങ്കിളിന്റെ സൈഡ്സ് എല്ലാം നമ്മൾ കണ്ടുപിടിക്കണം. ദ ടാൻജന്റ് എങ്ങനെയാണ്? സർക്കിൾ ഓഫ് ദി സ്മോളർ ട്രയാങ്കിൾ അറ്റ് ദ വെർട്ടിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ നോക്കിക്കേ, നമുക്ക് ഈ ലാർജ് ആംഗിൾ എയും ആംഗിൾ ബിയും ഈ ഒരു ആംഗിളും ഈ ഒരു ആംഗിളും ഈ ഒരു ആംഗിളും ആണ് നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത്. ഈ പിക്ചറിനകത്ത് ഈ രണ്ട് ആംഗിൾ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഇതിന് നമ്മളൊരു പേര് കൊടുക്കാം, പി ക്യു ആർ എന്ന് പേര് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ആദ്യം ഈ ഒരു ആംഗിൾ നമുക്ക് പി എന്ന് പറഞ്ഞ ആംഗിൾ കണ്ടുപിടിക്കാലോ. കാരണം ഇത് സ്മോളർ ട്രയാങ്കിൾ ആണ്. ആ ട്രയാങ്കിളിന്റെ ടോട്ടൽ മെഷർമെന്റ് എന്ന് പറഞ്ഞാൽ 180 വരും. അപ്പൊ ഈ ആംഗിൾ പി എന്ന് പറഞ്ഞ എന്താ? ആംഗിൾ പി പ്ലസ് ആംഗിൾ ക്യൂ പ്ലസ് ആംഗിൾ ആർ എന്ന് പറഞ്ഞാൽ കറക്റ്റ് എന്തായിരിക്കും മക്കളെ? 180 ആവും. അപ്പൊ ആംഗിൾ പി എന്ന് പറഞ്ഞ 180 മൈനസ് ഈ രണ്ട് ആംഗിൾ കുറയ്ക്കുന്നതല്ലേ, അതായത് 80ഉം 60ഉം തമ്മിൽ കുറയ്ക്കുന്നതാണ്. അപ്പൊ 180 മൈനസ് 8 6 14 140 40 ഡിഗ്രി വരും. അപ്പൊ ഈ ഒരു ആംഗിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് 40 ഡിഗ്രി വരും അല്ലേ. അപ്പൊ നമ്മൾ ആദ്യമേ ഈ ട്രയാങ്കിളിനകത്ത് വരുന്ന ആംഗിൾസ് ആദ്യമേ ഫസ്റ്റ് വൺ കണ്ടുപിടിച്ചു. ഇനി നമ്മളോട് ചോദിച്ചേക്കണം എന്താണ്? ലാർജർ ട്രയാങ്കിളിന്റെ ആംഗിൾസ് ആണ്. ആംഗിൾ എ ബി സി ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. അതായത് നമുക്ക് കണ്ടുപിടിക്കേണ്ട ആംഗിൾ എന്ന് പറഞ്ഞാൽ ആംഗിൾ എ കണ്ടുപിടിക്കണം, ആംഗിൾ ബി കണ്ടുപിടിക്കണം, ആംഗിൾ സി കണ്ടുപിടിക്കണം. ഇവിടെ നമുക്ക് നമ്മൾ പഠിച്ച ഒരു റൂള് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ഈ ആംഗിൾ 40 ആണെങ്കിൽ ഈ ഓൾട്ടർനേറ്റ് ആർക്കിൽ നിന്ന് പോരുന്ന എൻഡിലേക്ക്, ഈ കോഡിന്റെ എൻഡിലേക്കും ടാൻജന്റുമായിട്ട് ജോയിൻ ചെയ്യുന്ന ആംഗിൾ എത്ര നമ്മൾ പഠിച്ചേക്കണം? ഈ രണ്ട് ആംഗിൾ 40 ആയിരിക്കില്ലേ. അപ്പൊ നമുക്കറിയാം ഈ ഒരു ആംഗിൾ 40 ഡിഗ്രി ആണെങ്കിൽ ഈ കോഡ്, ഈ ഓൾട്ടർനേറ്റ് ആർക്കിൽ നിന്ന് വരുന്ന എൻ പോയിന്റ്, കോഡിന്റെ എൻ പോയിന്റും ടാൻജന്റുമായിട്ട് ജോയിൻ ചെയ്യുന്ന രണ്ട് ആംഗിളും ഈക്വൽ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ പഠിച്ചേക്കണെയാണ് ഒരു സർക്കിൾ. അപ്പൊ ഒരു സർക്കിളിനകത്ത് ഒരു ട്രയാങ്കിൾ, അങ്ങനെയാണ് ട്രയാങ്കിൾ വരച്ചു കഴിഞ്ഞാൽ ഈ ആംഗിൾ എക്സ് ഡിഗ്രി ആണെങ്കിൽ ഈ കോഡ് തമ്മിൽ ടാൻജന്റുമായിട്ട് കോഡ് ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ ഈ ആംഗിൾ എത്ര തന്നെയായിരിക്കും? ഈ എക്സ് തന്നെയായിരിക്കും. ഇവിടെ വരുന്ന ആംഗിളും എക്സ് ഡിഗ്രി തന്നെയായിരിക്കും. അപ്പൊ ഇവിടെ നോക്കുക, ഈ ഒരു ട്രയാങ്കിൾ 40 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ആംഗിൾ എന്ത് തന്നെയായിരിക്കും മക്കളെ? എക്സ് തന്നെയായിരിക്കില്ലേ. അപ്പൊ ഇവിടെ ഇത് രണ്ടും എക്സ് ആണെങ്കിൽ ഇത് രണ്ടും എക്സ് ആണെങ്കിൽ ഇവിടെ 40 ആണെങ്കിൽ ഈ രണ്ട് ആംഗിൾ എന്ത് തന്നെയായിരിക്കും? 40 ആയിരിക്കും. അപ്പൊ നമുക്ക് ഈ രണ്ട് ആംഗിൾ 40 കിട്ടി. ഇനി നമ്മൾ ഈ ഒരു ആംഗിൾ കണ്ടുപിടിക്കാൻ നോക്കി, ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മൂന്ന് ആംഗിളുടെയും കൂടെ തുക എത്രയായിരിക്കും? 180 ആയിരിക്കില്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? 180 മൈനസ് ഇത് രണ്ടും കൂടെ പറയുമ്പോൾ 40 പ്ലസ് 40 വരും. അപ്പൊ എത്ര വരും നോക്കിയത്? ദാറ്റ് ഈസ് ഈക്വൽ ടു 180 മൈനസ് 80 വരും. അപ്പൊ ഈ ഒരു ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്രയാ? 100 ഡിഗ്രി വരും. ഈ ഒരു ആംഗിൾ എന്ന് പറഞ്ഞാൽ 100 ഡിഗ്രി കിട്ടും നമുക്ക്. ഇനി അതുപോലെ തന്നെ നമുക്ക് ഓരോ ആംഗിൾ കണ്ടുപിടിക്കാം. ഇവിടെ നോക്കിക്കേ, ഈ ഒരു ആംഗിൾ 80 ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? 80 വരും. ഇവിടെ എത്ര വരും? 80 വരും. അങ്ങനെയാണെങ്കിൽ ഇവിടെ വളരെ ഈസി ആയിട്ട് ഈ പടത്തിൽ തന്നെ എഴുതിയാൽ മതി. ഇവിടെ 8 8 16 160. 160ൽ നിന്ന് 180 കുറച്ച് കഴിഞ്ഞാൽ 20 ഡിഗ്രി വരും. കണ്ടോ? കറക്റ്റ് അല്ലേ നോക്കിയേ. ഇനി ഇവിടെ 60 ആണെങ്കിൽ ഈ ആംഗിൾ 60 വരും, ഈ ആംഗിൾ 60 വരും. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? 60 ആണെങ്കിൽ ഉറപ്പായിട്ട് എന്ത് തന്നെയായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. അപ്പൊ നമ്മുടെ ആംഗിൾ എ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 60 ഡിഗ്രി കിട്ടി. ആംഗിൾ 20 ബി എന്ന് പറഞ്ഞാൽ 20 ആയി. ആംഗിൾ സി എന്ന് പറഞ്ഞാൽ 100 ഡിഗ്രി ആയി. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു പ്രോബ്ലം ആണ്. ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒരു എക്സാമ്പിളോടെ നോക്കാം നമുക്ക്. ഇവിടെ ഒരു 70 ഡിഗ്രി ആണ്, ഒരു 50 ഡിഗ്രി ആണെങ്കിൽ ഈ വലിയ ട്രയാങ്കിളിന്റെ ആംഗിൾസ് എല്ലാം നമുക്ക് കണ്ടുപിടിക്കണം. ഇവിടെ 17 ആണ്, ഇവിടെ 15 ആണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും മക്കളെ? ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എത്രയാണ്? 180 മൈനസ് ഈ 17 പ്ലസ് 15 ചെയ്താൽ മതി അല്ലേ. അപ്പൊ ഇവിടെ എത്ര വരും നോക്കിയേ? 180 വരും മൈനസ് 7 5 12 120 വരും. 180 120 കുറച്ചാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി വരും. അപ്പൊ ഈ ഒരു ആംഗിൾ നമുക്ക് 60 ഡിഗ്രി എന്ന് കിട്ടും. ഇനി ബാക്കിയെല്ലാം കണ്ടുപിടിക്കാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ലേ ഉള്ളൂ. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഈ ആംഗിൾ 60 ഡിഗ്രി ആണെങ്കിൽ നമ്മൾ എന്താ പഠിച്ചേക്കണം? ഈ രണ്ട് ആംഗിൾ എത്ര തന്നെയായിരിക്കും? 60 ആയിരിക്കുമല്ലോ, ഒരു മാറ്റമില്ല, ഇത് 60 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 180 120. ഈ രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്ര വരും? 180 വരും. 180 മൈനസ് 120 ചെയ്ത് കഴിഞ്ഞാൽ ഈ 60 60 120 ടോട്ടൽ ഈ ഒരു ഈ ട്രയാങ്കിൾ നമുക്ക് പേര് കൊടുക്കാം. നമ്മൾ പി ക്യു ആർ. അപ്പൊ ഈ സി ക്യു ആർ എന്ന് പറഞ്ഞ ട്രയാങ്കിൾ ടോട്ടൽ 180 ആയിരിക്കും. അപ്പൊ ഇത് രണ്ടെണ്ണം 60 ആണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? 180 മൈനസ് 60 60 120 ദാറ്റ് ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി ആയിരിക്കും. അപ്പൊ നമുക്ക് ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ 60 ഡിഗ്രി കിട്ടും. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇത് രണ്ടും 50 ആയതുകൊണ്ട് ഇത് എന്ത് ചെയ്താൽ മതി? 50 50 100 അല്ലേ. അപ്പൊ 180 മൈനസ് 100 ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്ര വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു 80 വരും. നമുക്ക് 80 ആയി.
ഇനി അതുപോലെ തന്നെ ഈ ആംഗിൾ 70 ആണെങ്കിൽ ഇവിടെയും 70 ആയിരിക്കും, ഇവിടെയും 70 ആയിരിക്കും. അപ്പൊ ഇവിടെ എത്രയാണ് ടോട്ടൽ ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്ര വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു 80 ഡിഗ്രി വരും. 180 മൈനസ് 70 140 വരും. അപ്പൊ 40 ഡിഗ്രി വരും. അപ്പൊ നമുക്ക് ഈ ഒരു ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ദാറ്റ് ഈസ് ഈക്വൽ ടു 40 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആയല്ലോ. അപ്പൊ ഇതുപോലെ നമ്മളൊരു പ്രോബ്ലം വരുമ്പോൾ നമുക്ക് തനിയെ ചെയ്യാനായിട്ട് ആംഗിൾസ് ഒക്കെ മാറ്റിയിട്ട് തന്നെ ചെയ്തു നോക്കാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ഏതൊരു പ്രോബ്ലവും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുമ്പോൾ തന്നെ ചെയ്യാൻ പറ്റും. ഡിസംബറിൽ നടക്കുന്ന ക്രിസ്മസ് എക്സാമിന് ഇനിയും പഠിച്ചു തുടങ്ങാത്ത എല്ലാ കുട്ടികളും വളരെ ഈസിയായി ബേസിക് കൺസെപ്റ്റുകളും കണ്ടന്റുകളും ടെസ്റ്റിലെ ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം മനസ്സിലാക്കാനായിട്ട് പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ക്ലാസോറ എന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്ത 500ഓളം വരുന്ന ലൈവ് റെക്കോർഡഡ് വീഡിയോസ് 1999 രൂപയ്ക്ക് കുട്ടികൾക്ക് നേരിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്.